കട്ടക്കലിപ്പിൽ പട്ടാഭിഷേകം. അങ്ങനെ കട്ടക്കലിപ്പിൽ പട്ടാഭിഷേകം നടന്നു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ അടുത്തടുത്ത സീറ്റുകളിൽ ഇരുന്നിട്ടും നിന്നിട്ടും മുഖത്തോട് മുഖം നോക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങ് നിർവഹിച്ചു. അടുത്ത സീറ്റുകളിലായിട്ടും ആശയവിനിമയം നടത്തുകയോ ഹസ്തദാനം നടത്തുകയോ ചെയ്തില്ല. ചടങ്ങുകൾ നടക്കുന്നതിനിടയിലും ഇരുവരും പരസ്പരം ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. മുഖ്യമന്ത്രിയെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ ചടങ്ങ് കഴിഞ്ഞയുടൻ ഗവർണർ മടങ്ങിപ്പോയി. കടന്നപ്പള്ളി സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഗണേശ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. വേദിയിൽ മന്ത്രിമാർക്ക് ആശംസ നേർന്ന ശേഷം രാജ്ഭവനിലെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മുഖ്യമന്ത്രിയും മടങ്ങി. തൊട്ടു പിന്നാലെ പുതിയ മന്ത്രിമാർ ഒഴികെയുള്ള മറ്റു മന്ത്രിമാരും ചായ സൽക്കാരം ബഹിഷ്കരിച്ചു. AK ശശീന്ദ്രനും പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മാത്രം ചായ സൽക്കാരത്തിൽ പങ്കെടുത്തു. ഗണേശൻ സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ സർവ്വവ്യാപിയായ പൂജപ്പുര മാമയും നിഴല് പോലെ കൂടെ കൂടിയിട്ടുണ്ട്. മാമയെ മാത്രമേ ഇത്തവണ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കുകയുള്ളൂ എന്നാണ് വിവരം. ചടങ്ങുമായി അടുത്ത ബന്ധമുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ വന്നിരിക്കെ അവരും ഗണേഷ് കുമാറിന്റെ അടുത്തെത്താതിരിക്കുവാൻ കൂടെയുള്ള നാടൻ ഗുണ്ടകൾ പണിപ്പെട്ടു. വകുപ്പുകളിൽ കാര്യമായ മാറ്റം വരുത്തിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അഹമ്മദ് ദേവർകോവിൽ വഹിച്ചിരുന്ന തുറമുഖ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകിയില്ല. അത് മുഖ്യമന്ത്രിയുമായി നല്ല സിംഗിൾ പോകുന്ന VN വാസവന് കൈമാറി. തുറമുഖത്തിന് പകരമായി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് VN വാസവന്റെ രജിസ്ട്രേഷൻ വകുപ്പ് നൽകി. തുറമുഖ വകുപ്പ് അഹമ്മദ് ദേവർകോവിലിന്റെ പേരിലായിരുന്നുവെങ്കിലും അദാനി പോർട്ടിന്റെ സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട് പിണറായി വിജയൻ മാത്രമാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയായിരുന്നു തുറമുഖ വകുപ്പ് മന്ത്രി. കടന്നപ്പള്ളിയുടെ പ്രായവും അവസ്ഥയുമെല്ലാം കണക്കിലെടുത്തായിരിക്കണം രജിസ്ട്രേഷന് പുറമെ മ്യൂസിയവും പുരാവസ്തു വകുപ്പും ആർക്കൈവ്സും അദ്ദേഹത്തിന് നൽകിയത്. ഗണേഷ് കുമാറിന് റോഡ് ട്രാൻസ്പോർട്ട്, മോട്ടോർ വെഹിക്കിൾ, വാട്ടർ ട്രാൻസ്പോർട്ട് വകുപ്പുകൾ മാത്രം നൽകി. ആഗ്രഹമുണ്ടായിരുന്ന സിനിമാ വകുപ്പ് നൽകിയില്ല. ആ വകുപ്പ് സജി ചെറിയാന്റെ അധികാരത്തിൽ തുടരും. സരിതയുടെ കാറിനെ പേടിച്ച് മാത്രം ഗത്യന്തരമില്ലാതെ നൽകിയ മന്ത്രിപദമാണ് ഇതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വകുപ്പ് നിർണയം. സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരുന്നു. രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് തൈക്കാട് ഹൗസോ നിളയോ ഔദ്യോഗിക വസതിയായി നൽകും. നിളയിൽ താമസിച്ചിരുന്ന വീണ ജോർജ് വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. ഗണേഷ് കുമാർ ഔദ്യോഗിക വസതി ആവശ്യപ്പെട്ടിട്ടില്ല. ഔദ്യോഗിക വസതിയിൽ പണ്ടത്തെ പോലെ പഞ്ഞിക്കിടുവാൻ ആരെങ്കിലും വന്നാൽ കൂടുതൽ പിടിച്ചു നിൽക്കുവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇത്തവണ ഔദ്യോഗിക വസതി വേണ്ടെന്ന് വെച്ചത്. കടന്നപ്പള്ളിക്ക് 6 നമ്പർ സ്റ്റേറ്റ് കാർ നൽകി. ഗണേഷ് കുമാറിന് 7 നമ്പർ കാറാണ് നൽകിയിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ വണ്ടി ഇനി കുണ്ടുകളിൽ വീഴാതെ ദീർഘദൂരം പായാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ചടങ്ങിന്റെ പൂർണ്ണരൂപം നമുക്കിനി കാണാം.
രാമചന്ദ്രൻ കടന്നപ്പള്ളി. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുറത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യും. രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യും. ശ്രീ KB ഗണേഷ് കുമാർ. KB ഗണേഷ് കുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടും നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷി മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയിൽ നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യും. KB ഗണേഷ് കുമാർ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യും.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.